ഇടുക്കി കൂടി നോക്കണം. ഇടുക്കിയിൽ എന്താണ് സംഭവിക്കുന്നത്? മുഹമ്മദ് ആഷിഖ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പിടിച്ചോ UDF? മറ്റ് മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതി എന്താണ്? പഞ്ചായത്തുകളിൽ എന്താണ് അവസ്ഥ? പൂർണ്ണമായും തന്നെ ഇടുക്കി ജില്ലയിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു തോൽവി കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കട്ടപ്പന നഗരസഭയിൽ 22ാം വാർഡിൽ നിന്ന് മത്സരിച്ച മുൻ MLA AICC അംഗം EM അഗസ്റ്റി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥി CR മുരളിക്കെതിരെ വലിയ വോട്ടുകൾക്കാണ് EM അഗസ്റ്റി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ഒരുപക്ഷെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരെ എത്തിയേക്കുന്ന നിലയിൽ മുൻ MLA കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നുള്ള പ്രത്യേക തന്ത്രമാണ് DCC അവിടെ പ്രയോഗിച്ചെങ്കിലും ആ തന്ത്രം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയം ഇടുക്കി ജില്ലയിൽ മുഴുവനായി പരിശോധിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കിയിരിക്കുന്നു. ഏതാണ്ട് 12 സീറ്റുകളിലാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തുകളിൽ UDF ലീഡ് ചെയ്യുന്നത്. 2 ഇടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ജില്ലയിലെ 2 മുനിസിപ്പാലിറ്റികളിൽ കട്ടപ്പനയിലും തൊടുപുഴ നഗരസഭയിലും വലിയ ഭൂരിപക്ഷം UDF ഈ ഘട്ടത്തിലുണ്ട്. വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെയുള്ള 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 5 ഇടുക്കിയുള്ള പൊതുമൂട് എന്ന് പറഞ്ഞ UDF അനുകൂലമാണ് എന്ന് കാണാം. വിജിൻ വായന്തോട്, വിജിൻ, അവിടെ NDAയും UDFും തമ്മിലുള്ള വ്യത്യാസമാണോ ഇപ്പൊ കുറഞ്ഞു വരുന്നത്? 20 സീറ്റിലേക്ക് BJP ലീഡ് ഉയർത്തിയിരിക്കുന്നു. അതിൽ പല സ്ഥലങ്ങളിലും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 16-11 എന്നുള്ളത് UDFും LDFും UDFും തമ്മിൽ ഇപ്പോൾ വെറും 5 ലീഡിന്റെ മാത്രം വ്യത്യാസമാണ് നിലവിലുള്ളത്. LDF കിടക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം തന്നെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. കോൺഗ്രസ് അതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 10 സീറ്റായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു, സ്വതന്ത്രമാരുൾപ്പെടെ. എന്നാൽ ഇപ്പോൾ അത് 11ലേക്ക് കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ LDFന്റെ സീറ്റ് നില കുറയുന്നു എന്നുള്ളതാണ്. 16ലേക്ക് എത്തുന്നു. 21ലേക്ക് BJP എത്തിയിരിക്കുന്നു. 21-16-11 ഒരു സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന കണ്ണൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. 21-16-11 എന്ന നിലയിലേക്ക് BJP വലിയ മുന്നേറ്റം ഇപ്പോൾ കൃത്യമായി പ്രകടമായ തരത്തിലുള്ള മുന്നേറ്റം തന്നെ ഉണ്ടാക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരി, BJP പ്രകടമായ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും കോർപ്പറേഷൻ ഇപ്പോഴത്തെ സ്ഥിതി LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിലാകമാനമുള്ള പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ UDFും LDFും തമ്മിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചാണ്. ഗ്രാമപഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് എന്ന് വിളിക്കാൻ കഴിയുന്ന വ്യത്യാസമേ അവർക്കിടയിലുള്ളൂ. കോർപ്പറേഷന്റെ കാര്യത്തിലായാലും LDFും UDFിനും ഇടയിൽ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പോ വലിയ ഒരു സ്വീപ്പ് ഉണ്ടാകുമായിരുന്നു LDFന്റെ ഭാഗത്ത് നിന്ന് എന്ന സ്ഥിതി ആകമാനം മാറി മറിയുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് UDF എന്നാണ് കാണേണ്ട കാര്യം. പല ജില്ലകളിൽ ഇപ്പൊ കോട്ടയത്തെയും ഇടുക്കിയിലെയും കാര്യമെടുത്താൽ UDFന്റെ വരവ്, കൊച്ചി കോർപ്പറേഷന്റെ കാര്യമെടുക്കാം. 9 ജില്ലാ പഞ്ചായത്തുകളിൽ UDFന്റെ തേരോട്ടം. 9 ജില്ലാ പഞ്ചായത്തുകളിൽ എന്തിന്റെ സൂചനയാണ് നിഷാദ്? ഇത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ മൊത്തം മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് തീരുമാനിക്കുക. ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒരു അസംബ്ലി സെക്ഷന് തെരഞ്ഞെടുപ്പ് എന്ന് പോലും വിളിക്കാൻ കഴിയുന്ന സ്വഭാവം അതിനുണ്ട്. അപ്പൊ സർക്കാർ വിരുദ്ധ വികാരം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവർത്തിച്ചിട്ടില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ കഴിയുന്ന സന്ദർഭമായി എത്ര കോർപ്പറേഷൻ? 4 കോർപ്പറേഷൻ. 6 കോർപ്പറേഷനിൽ 4 UDF എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മൂഡ്, പൊളിറ്റിക്കൽ മൂഡ് എന്താണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് മനസ്സിലാകും. ആരോടോ കടക്ക് പുറത്ത് എന്ന് പറയുകയാണോ നിഷാദ്? ശരി, സർക്കാരിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണോ ജനം? 9.5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനോടുള്ള വിയോജിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രകടമായിരിക്കുന്നോ എന്ന് ചോദിക്കാൻ കഴിയുന്ന സമയം. അവസാനം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ക്ഷേമ പദ്ധതികൾ എന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഫാക്ടറായി LDFന് ഗുണപ്പെട്ടില്ലേ എന്ന ചോദ്യം. വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ചാനയിച്ചത് ഗുണപ്പെട്ടില്ല എന്ന ചോദ്യം. പല ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ സന്ദർഭം ഇനിയും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയും ഒരു പക്ഷേ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഫൈറ്റ് ചെയ്യാണ്. ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുന്നു. ഫലങ്ങൾ ടക്കെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലങ്ങളാണ് വരുന്നത്, സൂചനകളല്ല. അവിടെ UDFന് നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ 3-3 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. തുല്യമാണ് കോർപ്പറേഷനുകൾ. 3-3. NDA ഒരിടത്തുമില്ല നിഷാദ്. തിരുവനന്തപുരത്ത് പിന്നിലാണ് NDA എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്ത് NDA തോൽവിയെ സ്വാധീനിച്ചത് എന്താണ്, അല്ലെങ്കിൽ LDFന് മുന്നോട്ട് പോകാൻ തടഞ്ഞത് എന്താണ് എന്നുള്ളതും പ്രധാനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവസാനത്തെ സ്ഥിതി LDF 24, UDF 11, NDA 15. അജിംസ ശ്രദ്ധിക്കേണ്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയും UDFും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. UDF 11ലേക്കും എത്തിക്കുമ്പോ NDA 15-ലെത്തിയിരിക്കുന്നു. LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. UDF 11,
NDA 15, ജില്ലാ LDF പഞ്ചായത്തുകളിൽ 24. 9-5 ജില്ലാ പഞ്ചായത്തുകളിൽ 9-5 വ്യക്തമായ മേധാവിത്വം, വ്യക്തമായ ആധിപത്യം UDF നുണ്ട് ജില്ലാ പഞ്ചായത്തുകൾ. അതായത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ നറേറ്റീവിൽ UDF ഒരു ആധിപത്യം ഇപ്പോൾ നിലനിർത്തുന്നുണ്ട്. ഇനി അത് അട്ടിമറിക്കാൻ LDF ന് കഴിയുമോ? കോർപ്പറേഷനുകളിൽ തുല്യം നിലയിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നേരിയ മുൻതൂക്കമുണ്ട്. LDF തൃശൂർ കോർപ്പറേഷനിലേക്ക് പോകാം. 30-12-8 എന്ന് വെച്ചാൽ 42-8 50